ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഈവനിങ്ങായപ്പം എന്തൊക്കെയോ കഴിക്കാനുള്ള കൊതി കാരണം നമ്മൾ മക്രോണി ഉണ്ടാക്കാനുള്ള പ്ലാൻ ചെയ്തു കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം വെള്ളം വെച്ചു. അതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് എത്രയാണോ വേണ്ടതിനനുസരിച്ച് മക്രോണി അതിലിട്ടിട്ട് അതിലേക്ക് കുറച്ച് സോൾട്ടും കുറച്ച് ഓയിലും ഒഴിച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കുകയാണ്. അത് നന്നായിട്ട് ഒന്ന് നമുക്ക് സ്പൂൺ കൊണ്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതിൻ്റെ അതെത്ര വെന്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതൊന്ന് അത്യാവശ്യം വെന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളതൊന്ന് സ്റ്റെയിൻ ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അങ്ങനെ നമ്മളുടെ കയ്യിലുള്ള അതായത് എന്തൊക്കെയാണ് വെജിറ്റബിൾസ് നമ്മുടെ കയ്യിലുള്ളത് അതൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ എക്സ്ട്രാ അതിൽ പൊടികൾ ആഡ് ചെയ്തത് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു, പിന്നെ കുറച്ച് ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ മുളക് പൊടി ഞാൻ യൂസ് ചെയ്തിട്ടില്ല, മോൾക്ക് കൊടുക്കാനുള്ളതുകൊണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ക്യാപ്സിക്കം അതേപോലെ വേറെ എന്തെങ്കിലും പച്ചക്കറികൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള പച്ചക്കറികൾ മാത്രം യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസും അതേപോലെ സോയാ സോസും ചില്ലി സോസും ഉണ്ടെങ്കിൽ അതും കൂടി നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചിട്ട് അതൊന്ന് മീഡിയം ഫ്ലെയിമിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് സ്റ്റെയിൻ ചെയ്ത് വെച്ച മക്രോണി ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. cute.
മക്രോണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കാപ്പിയും കൂടി ഉണ്ടാക്കിയിട്ട് നമ്മളുടെ ഈവനിങ് ടീ ടൈം കംപ്ലീറ്റ് ആക്കാം കേട്ടോ. അപ്പം ഞാൻ ബ്രൂവിൻ്റെ കാപ്പിപ്പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോഫി പൗഡറാണ് നമ്മൾ ബ്രൂ. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് നമ്മളുടെ മക്രോണിയും കൂട്ടി നമുക്ക് ചാടിക്കാം.